അവളേനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കുട്ടിയുടെ ആ ബോഡിയുടെ പഴക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ശ്രീനന്ദ കാണാതായ സമയം മുതൽ ശ്രീനന്ദയ്ക്ക് മരണം സംഭവിച്ചു എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ കുറേ സമയം കഴിഞ്ഞായിരിക്കണം ശ്രീനന്ദയുടെ മരണം സംഭവിച്ചത് തന്നെ. കാരണം ഒരു ദിവസം ഇവർ കൊണ്ടുപോയി തട്ടിക്കൊണ്ട് പോയിട്ട്, കാരണം അവിടെ നിന്ന് കുറച്ച് വണ്ടികളെല്ലാം ഗ്രൗണ്ടിൽ നിന്ന് പെട്ടെന്ന് പോയെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആരെങ്കിലും ഡ്രഗ് കൊടുത്ത് മയക്കി കൊണ്ടുപോയിട്ടുണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ശ്രീനന്ദയുടെ ബോഡി മറ്റെവിടെയെങ്കിലും തങ്ങി നിന്ന് പിന്നീട് വീണതായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ ഈ ബന്ധുക്കൾ ആദ്യം പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ആ മൃതദേഹം കാണാൻ ചാൻസ് കുറവാണ്. ഹലോ, അവിടെ ഇരിക്കാൻ നോക്കിയതാ. നിങ്ങൾ ആരെങ്കിലും പിന്തുടരുകയോ അല്ലെങ്കിൽ തന്നെ അവിടെ അങ്ങനെ സംശയാസ്പദമായിട്ട് അറിയാലോ പെൺകുട്ടികളൊക്കെ ഉള്ള സമയത്ത് വേറെ ആരെങ്കിലും അങ്ങനെ നിങ്ങളെ ശല്യപ്പെടുത്തുകയോ അങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നോ? അങ്ങനെ ഇല്ല, അങ്ങനെ ശ്രദ്ധിച്ചതൊന്നുമില്ല. അവിടെ ഇരിക്കാൻ നോക്കിയതാ. നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിബ്ലേ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടേക്ക് പോകും? നമ്മൾ മോളിക്കാണ്. ഹലോ, നിങ്ങളെ കൂടാതെ ആ സമയത്ത് 5 പേരുണ്ടായിരുന്നല്ലോ പറയുന്നത്. അത് കൂടാതെ വേറെ ആരൊക്കെ മറ്റേ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ടൂറിസ്റ്റുകളായിട്ട്? ഉണ്ടായിരുന്നു. ഇവര് മലയാളികളാണോ മറ്റു പരിചയം? ഇല്ല, ഒരു ടീം മലയാളികളായിരുന്നു. കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ സ്ഥലത്ത് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത് എന്ന് കൂടി അവർ പറയുന്നുണ്ട്. ഹലോ, ഐ എം മുകേഷ് യാദവ് മാധവ്. ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് ഇപ്പോൾ പലർക്കും ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ആ സംശയങ്ങളെല്ലാം ഉണ്ടാവാനുള്ള കാരണവും അവരുടെ ബന്ധുക്കൾക്കുണ്ടായിരുന്ന പല സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ പലരും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അതിലാദ്യം സംശയമുണ്ടായിരുന്നത് ശ്രീനന്ദയുടെ അമ്മയ്ക്ക് തന്നെയായിരുന്നു. അതായത് മകളെ തട്ടിക്കൊണ്ടുപോയതാണോ, മകളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതാണോ, മയക്കുമരുന്ന് വല്ലതും നൽകി തട്ടിക്കൊണ്ടുപോയതാണോ എന്നുള്ള സംശയമായിരുന്നു ആ അമ്മയ്ക്കുണ്ടായിരുന്നത്. ബാംഗ്ലൂർ ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അവള് ഒറ്റയ്ക്ക് മോളിക്ക് വന്നപ്പോ അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവള് അവിടെ നിന്ന് വീണിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അവളേനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഡ്രഗ് കൊടുത്ത് മയക്കി കൊണ്ടുപോയിട്ടുണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്. കിഡ്നാപ്പ് തന്നെയാണ്. എങ്ങനെയെങ്കിലും എന്റെ കുട്ടിയെ രക്ഷിക്കണം. ഒരുപക്ഷെ 5:20-നും 5:25-നും ഇടയിൽ എന്താണ് സംഭവിച്ചത്? ഇനി അങ്ങനെ തട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ തന്നെ ആരുടെയെങ്കിലും കണ്ണിൽപ്പെടില്ലായിരുന്നു. കാരണം ഏകദേശം 41ഓളം പേര് തന്നെ ശ്രീനന്ദയുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും കണ്ണിൽപ്പെടാതെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ളതൊരു സംശയമാണ്. അവിടെയൊക്കെ ശ്രീനന്ദയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആരും തങ്ങളെ ഫോളോ ചെയ്തിരുന്നില്ല, തങ്ങൾക്ക് തട്ടിക്കൊണ്ട് പോയി എന്ന തരത്തിൽ ഒരു സംശയവും തോന്നിയിരുന്നില്ല എന്നാണ് ശ്രീനന്ദയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി തന്നെ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ അമ്മയ്ക്കും അച്ഛനും മറ്റു ബന്ധുക്കൾക്കും സംശയം തോന്നാൻ എന്തായിരിക്കും കാരണം? അവിടെ ശ്രീനന്ദയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി പറഞ്ഞ പല കാര്യങ്ങളും ഒന്ന് കേട്ടു നോക്കാം. അതിൽ ശ്രീനന്ദയെ കാണാതായത് മുതലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവളൊരു പാറയുടെ മുകളിലിരിക്കണം, അതുവരെ ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മുകളിൽ പോയി. അതുവരെ ഞാൻ അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇത് ഈ വെള്ളച്ചാട്ടത്തിനടുത്താണോ? അല്ല, അതിന് കുറച്ച് മുകളിലേക്ക്. വെള്ളച്ചാട്ടം കാണുമ്പോൾ മോളുടെ ഒപ്പം കുട്ടി ഉണ്ടായിരുന്നോ? ഒരുമിച്ചാണ് ഇറങ്ങി വന്നത്. എന്നിട്ട് ഈ 2 വഴിയായിട്ട് തിരിയുന്നൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ വരെ എങ്ങനെയായിരുന്നു? ഞാൻ അതിന് മുന്നേ കയറിപ്പോയി. തിരികെ കയറിപ്പോയി. എന്നിട്ട് ഫോട്ടോ എടുത്തു, സിംഗിൾ ഫോട്ടോ എടുത്തു. അതായിട്ട് തിരികെ വന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ല? ഇല്ല, അപ്പൊ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അടിയിൽ കൂടെ ഒക്കെ നോക്കി, പക്ഷെ അടിയിലൊന്നും ഉണ്ടായിരുന്നില്ല അവള്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ശ്രീനന്ദ ആളില്ലാത്ത സമയം നോക്കി, അതായത് അച്ഛനും അല്ലെങ്കിൽ ബന്ധുക്കളും ഒന്നും ഇല്ലാത്ത സമയം നോക്കി അങ്ങോട്ട് പോയതായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ആ സമയത്ത് സംഭവിച്ചതായിരിക്കാം ഈ അപകടം. ഇനി ആ സമയത്ത് അപകടം സംഭവിച്ചതാണോ, ഇനി ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്നുകൂടി അറിയില്ല. എന്തായാലും ശ്രീനന്ദയുടെ മൃതദേഹത്തിൽ കുറേ പാടുകളുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ വസ്ത്രം കീറിപ്പറിഞ്ഞു പോയെന്നൊക്കെയാണ് പറയുന്നത്. ഒരുപക്ഷെ ആ 1500 അടി മുകളിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ വസ്ത്രങ്ങൾ കീറിപ്പോയതായിരിക്കാം. അല്ല, ഞങ്ങൾ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കി. അപ്പോഴാണ് ഇവളെ, അപ്പം ആ ഫോട്ടോയിൽ നോക്കി കുറേ നേരം നോക്കി, ഇവളെ കണ്ടില്ല. അപ്പോഴാണ് മനസ്സിലായി ഇവളെ കാണാനില്ല എന്ന്. എന്നിട്ട് എല്ലാം പറഞ്ഞു. എന്നിട്ട് അപ്പം എല്ലാവരും കൂടി നോക്കുക ചെയ്ത്. ഈ വഴി പോലീസ് നായ മണം പിടിച്ചു പോയത്, ടാക്സി ഒക്കെ പാർക്ക് ചെയ്യുന്ന 2 വഴി സ്ഥലത്തേക്ക് അങ്ങോട്ട് മോള് പോകുന്ന ഈ കുട്ടി പോകുന്ന അങ്ങനെ കണ്ടിരുന്നു? ഇല്ല. നിങ്ങൾ ആരെങ്കിലും പിന്തുടരുകയോ അല്ലെങ്കിൽ തന്നെ അവിടെ അങ്ങനെ സംശയാസ്പദമായിട്ട് അറിയാലോ പെൺകുട്ടികളൊക്കെ ഉള്ള സമയത്ത് വേറെ ആരെങ്കിലും അങ്ങനെ നിങ്ങളെ ശല്യപ്പെടുത്തുകയോ അങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നോ? അങ്ങനെ ഇല്ല, അങ്ങനെ ശ്രദ്ധിച്ചതൊന്നുമില്ല. ആര് ഫോളോ ചെയ്യണ പോലും തോന്നിയില്ല. നിങ്ങളെ കൂടാതെ ആ സമയത്ത് 5 പേരുണ്ടായിരുന്നല്ലോ പറയുന്നത് ടീം. അത് കൂടാതെ വേറെ ആരൊക്കെയാ മറ്റേ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ടൂറിസ്റ്റുകളായിട്ട്? ഉണ്ടായിരുന്നു. ഇവര് മലയാളികളാണോ മറ്റു പരിചയം? ഇല്ല, ഒരു ടീം മലയാളികളായിരുന്നു. ഇവിടെ പറയുന്നുണ്ട് ഒരു ടീം മലയാളികളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരെക്കുറിച്ച് അന്വേഷണം നടത്തിയോ അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ലഭ്യമല്ല. അവിടെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ മാതാപിതാക്കൾ എന്തായാലും ചിന്തിച്ചു പോകുന്നത് ആ വഴിക്കായിരിക്കാം. എന്നാൽ മയക്കുമരുന്ന് നൽകി തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ തന്നെ
ശ്രീനന്ദയെ കൊണ്ടുപോകുന്നത് ആരെങ്കിലുമൊക്കെ കാണേണ്ടതാണ്. എന്നാൽ അവിടെയൊക്കെ സംശയം തോന്നാനൊരു കാരണമുണ്ട്. അതായത് കുട്ടിയുടെ മൃതദേഹത്തിൻ്റെ കാലപ്പഴക്കം. അതത്ര പഴക്കം ഉണ്ടായിരുന്നില്ല എന്നാണ് പലരും പറയുന്നത്. ഇല്ല. ശ്രീനന്ദ ഈ പാർക്കിങ്ങിന്റെ ആ ഭാഗത്തേക്ക് അല്ലെ താഴത്തേക്ക് പോവുകയായിരുന്നു അല്ലെ, ടിക്കറ്റ് കൗണ്ടറിന് അങ്ങോട്ട്? അല്ലാതെ എനിക്കറിയില്ല. അതായത് നിങ്ങൾ സെൽഫി എടുത്തു, അതിനുശേഷം മുകളിലേക്കും ആയിട്ട് പിരിഞ്ഞു, അതിനുശേഷം പിന്നെ കുട്ടി ശ്രീനന്ദയെ കണ്ടിട്ടില്ല. ഇല്ല. പിന്നെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴാണ് അവരെവിടെയാണെന്ന് ശ്രദ്ധിച്ചത് അല്ലെ? അപ്പോഴാണ് അവളെ ശ്രദ്ധിക്കണേ എവിടെയാണെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. അത് ഈ മുകളില് പുൽമേടോ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ? അതൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് പോയിരുന്നോ? അതിന്റെ തൊട്ട് മുകളിൽ പുൽമേട് പോലെ കാണും? ഇല്ല, അങ്ങോട്ടൊന്നും പോയിട്ടില്ല. വ്യൂ പോയിന്റിലാണ് അതിനുശേഷമാണ് മുകളിൽ കയറി പോയത്. അപ്പോൾ ഏകദേശം എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു ഇതിനിടയിൽ? ടൈം ഒന്നും നോക്കിയിട്ടില്ല. കുറച്ച് സമയം. വേറെ അങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുകയോ അങ്ങനെ പ്രത്യേക അസ്വാഭാവികമായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല ആ ഭാഗത്ത്? നിങ്ങൾ ആ സമയത്ത് പോലീസിലൊക്കെ അറിയിക്കുന്നതിന് മുമ്പ് തപ്പിയിരുന്നു? അപ്പോഴൊക്കെ ഈ ഭാഗത്തൊക്കെ പോയി നോക്കിയിരുന്നു? ഈ രണ്ടായി തിരിയുന്ന സ്ഥലത്തൊക്കെ നോക്കിയിരുന്നു? അതായത് പൊടുന്നനെ കാണാതാവുമായിരുന്നു അല്ലേ? ഒരാളെ പെട്ടെന്ന് നിന്നതിൽ കാണാതായ പോലെയാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ശ്രീനന്ദയെ കാണാതായ സമയം മുതൽ ബന്ധുമിത്രാദികൾ തിരഞ്ഞ സ്ഥലങ്ങളിൽ തന്നെയാണ് ഈ മൃതദേഹം കണ്ടുകിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലായിരിക്കണം അവർക്ക് സംശയം തോന്നാനിടയായത്. എന്നാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ആ മൃതദേഹം മറ്റെവിടെയെങ്കിലും തങ്ങി നിന്നിരിക്കാം. അത് പിന്നീട് താഴേക്ക് വന്നതാവാനും ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രീനന്ദയുടെ ബന്ധുക്കൾ പോയ സമയത്ത് അവിടെ മൃതദേഹം കാണാൻ ചാൻസ് ഇല്ല. പിന്നീട് താഴേക്ക് വന്നതാവാനായിരിക്കും ഒരു പോസിബിലിറ്റി. അതുപോലെ തന്നെ ശ്രീനന്ദ കാണാതായ സമയം മുതൽ ശ്രീനന്ദയ്ക്ക് മരണം സംഭവിച്ചു എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ കുറേ സമയം കഴിഞ്ഞായിരിക്കണം ശ്രീനന്ദയുടെ മരണം സംഭവിച്ചത് തന്നെ. അങ്ങനെയുള്ളപ്പോഴായിരിക്കാം ശ്രീനന്ദയുടെ മൃതദേഹത്തിന് പഴക്കമില്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നത്. ശ്രീനന്ദ എന്ന് പറയുന്ന 15 വയസ്സുകാരി ഏതെങ്കിലും തരത്തിൽ അതിക്രമം നേരിട്ടിട്ടുണ്ടോ എന്നത് അറിയാൻ സാധിക്കൂ. നിലവിൽ നമുക്ക് ലഭിച്ച പ്രാഥമികമായ ഒരു വിവരമനുസരിച്ച് ഈ കൊക്കയിലേക്ക് താഴ്ചയിലേക്ക് വീഴുമ്പോൾ പല പരിക്കുകളും ഉണ്ടായിട്ടുണ്ട്. വസ്ത്രം കീറുന്നത് ഉൾപ്പെടെ ഈ ഒരു കൊക്കയിലേക്ക് വീഴുന്ന സമയത്ത് മരച്ചില്ലകളിൽ തട്ടിയാകാമെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം നമുക്ക് വളരെ പ്രധാനം ഈ കുടുംബം പോലും ഇന്നലെ രാത്രി വൈകിയും ആരോപിച്ചത് ഇതിൽ സംശയങ്ങൾ ഉണ്ട് എന്നതാണ്. കാരണം ഇവർ സഞ്ചരിച്ച വഴിയിൽ നിന്നും വളരെ മാറിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ആ സ്ഥലം നേരത്തെ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു മൃതദേഹം അവിടെ കണ്ടെത്താനും സാധിച്ചില്ല. അങ്ങനെ ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. പക്ഷേ 2 സാധ്യതകളാണ് ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത്. നമ്മൾ പോലീസുമായി സംസാരിച്ചിരുന്നു. പോലീസ് 2 സാധ്യതകളാണ് പറയുന്നത്. അതിൽ ഒന്ന് ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടിയെ ഇവരുടെ കൂട്ടത്തിൽ നിന്നും ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയി വല്ല അതിക്രമം നടത്തുക എന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിലൊരു വ്യക്തത വരൂ. രണ്ടാമത്തെ ഒരു സാധ്യത കുട്ടി ഇവരുടെ കൂടെ യാത്ര ചെയ്ത സമയത്ത് പുറകിലോ മറ്റോ ആയി അങ്ങനെ കാൽ വഴുതി വലിയ കൊക്കയിലേക്ക് പതിച്ചതാകാമെന്ന്. പക്ഷേ അത് അങ്ങനെ പറയുമ്പോഴും പോലീസ് പറയുന്നത് ഇവരുടെ മൊഴി, ഈ കുടുംബത്തിന്റെ മൊഴി, ഈ കുട്ടി കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് 5:20 ഈ കുട്ടിയുടെ ഒപ്പമുള്ള ഫോട്ടോ എടുത്തിരുന്നു. കൂട്ടത്തിൽ തന്നെ വരുമ്പോൾ ഇവർ സഞ്ചരിച്ചതിൽ നിന്നും വളരെ മാറിയ ഒരു സ്ഥലത്ത് ഈ കൊക്കയിലേക്ക് കുട്ടി എങ്ങനെയാണ് പതിച്ചത് എന്നതാണ് ഒരു ചോദ്യം ഉയരുന്നത്. ഏതായാലും ചില സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അത് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കൂ. ഏതായാലും അത് കൃത്യമായി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ തലക്കേറ്റ തലയുടെ വലതുഭാഗത്തേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. മൃതദേഹത്തിന് ഏകദേശം 3 ദിവസത്തിലധികം പഴക്കമുണ്ട് എന്ന് പ്രാഥമികമായും കണ്ടെത്തിയിട്ടുണ്ട്. അത് നേരത്തെ കുടുംബം പറഞ്ഞത് ഈ പഴക്കം 2 ദിവസത്തെ പഴക്കമേ ഉള്ളൂ എന്നതാണ്. പക്ഷേ അത് അങ്ങനെയല്ല. ഒരു പക്ഷേ ചൊവ്വാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെയോ അങ്ങനെ ഏതെങ്കിലും സമയങ്ങളിലായിരിക്കാം മരണം സംഭവിച്ചത്. കൊക്കയിലേക്ക് വീണ് ഒരു പക്ഷേ മണിക്കൂറുകളോളം അവിടെ സഹായിക്കാൻ ആളില്ലാതെ രക്ഷപ്പെടാൻ കഴിയാതെ അങ്ങനെ കിടന്നിട്ടുണ്ടാകാം. മരണം സംഭവിച്ചത് ബുധനാഴ്ച ആകാം. അതൊക്കെ ഇനി പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇവിടെ അമ്മയും അച്ഛനെയൊക്കെ ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് അവരുടെ ശ്രദ്ധയില്ലായ്മയാണ്. അതുപോലെ ശ്രീനന്ദ ഒരു പ്രാവശ്യം ബോർഡർ ചാടിക്കടന്ന് പോയപ്പോൾ അച്ഛൻ ഉപദേശിച്ചെന്നും വഴക്ക് പറഞ്ഞെന്നും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ആരും ഇല്ലാത്ത സമയങ്ങളിൽ അവിടെ പോയി ഒന്നുകൂടി ആ ഭംഗി ഒന്ന് ആസ്വദിക്കാൻ പോയ സമയത്തായിരിക്കാം ശ്രീനന്ദയ്ക്ക് അപകടം സംഭവിച്ചത്. ഒരുപക്ഷെ ഫോഗ് വന്നതും അതുപോലെ തന്നെ കാല് സ്ലിപ്പായതോ ഒക്കെ ആകാം ശ്രീനന്ദ താഴേക്ക് പോകാനിടയാക്കിയത്. ഇനി അല്ലാത്ത പക്ഷം ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്നുള്ളതും സംശയമാണ്. അവിടേക്ക് ആ കുറച്ച് സമയത്തേക്ക് ശ്രീനന്ദയെ ആരും കണ്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയെങ്കിൽ ശ്രീനന്ദയെ അവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ശ്രീനന്ദ അവിടെ നിന്ന് മാറിയിരിക്കണം. അത് ശ്രീനന്ദ അറിഞ്ഞുകൊണ്ട് തന്നെ മാറിയതാണ്. ആ സമയത്തായിരിക്കണം അപകടം സംഭവിച്ചത്. 41 പേര് ഒരുമിച്ച് വന്നതാണ്. ഇന്നലെ ഇവിടെ വന്ന ശേഷം ഞങ്ങളെല്ലാം അവിടെ പോയി സൈറ്റിൽ പോയി ലൊക്കേഷൻ പോയി അവിടെ എല്ലാം കണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വരാറായപ്പോഴേക്കും ഒരു 5:20 കുട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്.
ആ ഫോട്ടോ എടുത്ത ശേഷം പിന്നെ അപ്പൊ ഞാൻ താഴെ വാട്ടർഫാളിന്റെ അവിടെ ആയിരുന്നു. വാട്ടർഫാളിന്റെ അവിടെ നിന്ന് ഞാൻ 5:25 ഞാൻ അവിടെ എത്തി. അവിടെ എത്തി നോക്കുമ്പോൾ കുട്ടി അവിടെ ഇല്ല. അപ്പൊ ബാക്കി എല്ലാവരും പോയണോ അവരുടെ കൂടെ കുട്ടിയും പോയെന്ന് ഞാൻ വിചാരിച്ചല്ലോ. പിന്നെ മോള് കയറി വന്ന് നോക്കുമ്പോഴാണ് ഇവര് പറയുന്ന കുട്ടിയെ കാണാനില്ല, പറഞ്ഞ് തിരയണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇന്നലെ മുഴുവൻ എല്ലായിടത്തും തിരഞ്ഞു, കണ്ടില്ല. പിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ഇവിടെയാണ് അച്ഛൻ പറയുന്നത്, ഇന്നലെ മുഴുവൻ തിരഞ്ഞിരുന്നു, ഇന്ന് മൃതദേഹം കിട്ടിയ ആ സ്ഥലത്ത് ഞങ്ങൾ തിരഞ്ഞിരുന്നു, എന്നിട്ട് ഞങ്ങൾ തിരഞ്ഞ ആ സ്ഥലത്ത് തന്നെ വീണ്ടും മൃതദേഹം ലഭിക്കുമ്പോൾ അതിലെന്തോ ദുരൂഹതയുണ്ട് എന്നാണ് അച്ഛനും അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരും പറയുന്നത്. ഒരുപക്ഷെ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് മൃതദേഹം എവിടെയെങ്കിലും തങ്ങി നിൽക്കാം, പിന്നീട് താഴേക്ക് വീണതായിരിക്കാം എന്നുള്ളൊരു പോസിബിലിറ്റിയും ഉണ്ട്. 5:20 കുട്ടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവര് അവരടുത്ത ഓരോ ഫാമിലി സെപ്പറേറ്റ് ഒരു ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുട്ടി മുകളോട്ട് കയറിപ്പോയി. അപ്പൊ മുകളോട്ട് കയറി 2 വഴിയുണ്ട്. ഒരെണ്ണം ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങനെ കയറാം, സ്ട്രൈറ്റ് കയറി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്താം. പക്ഷെ ഈ കുട്ടി ഇടത്തോട്ട് തിരിഞ്ഞ് കയറിയെന്നാണ് അവസാനം ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അത് കഴിഞ്ഞ് 5:26 അതിന്റെ പിറകിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഈ കുട്ടി അവിടെ ഇല്ല, ഇവരാരും ഇല്ല. അപ്പൊ ഇവരെല്ലാവരും വണ്ടി കയറി കാണുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പാർക്കിങ്ങിൽ എത്തിയപ്പോഴാണ് കുട്ടി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 6-7 മിനിറ്റിന്റെ അവർ വെച്ചാണ്. ആ സമയത്ത് വെച്ചാണ് ഈ കുട്ടി അവിടെ നിന്ന് മിസ്സായത്. 5:20 വരെ കുട്ടി കൂടി ഉണ്ടായിരുന്നു. ഈ തൊട്ടടുത്തൊരു 10 അംഗ സംഘം ഉണ്ടായിരുന്നു പറയുന്നുണ്ടോ? അവരെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇല്ലല്ല, അതേപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിക്കുന്നു. അല്ല, ഈ സംഘത്തിൽ നിന്ന് മോള് കയറിപ്പോയി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് മുകളിലേക്ക് കയറിപ്പോയി എന്നാണ് പറയുന്നത്. തനിച്ച് മുകളിലേക്ക് കയറി. കയ്യിൽ മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല? മൊബൈലൊന്നും ഇല്ല. ഓക്കെ, എന്ത് പറഞ്ഞാണ് അങ്ങോട്ട് പോയതെന്ന് വല്ലതും അറിയാമോ? ഇല്ലല്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല. അവര് ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞ കുട്ടി ഫ്രണ്ടിൽ കയറി, അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ശ്രീനന്ദയെ ആരെങ്കിലും ബലമായി തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു സംശയം അച്ഛനും അമ്മയും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോ ഏകദേശം എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ട്, അങ്ങനെയാണ് സംഭവിച്ചിരിക്കുക എന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് കടത്താൻ പറ്റുമോ? അതിന് ഒരുപാട് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയല്ലേ? പക്ഷേ ഡോഗ് സ്ക്വാഡ് വന്ന് കൃത്യമായിട്ട് അവിടെ ഒരു കടയുടെ അടുത്ത് വന്ന് ഒരു കടയുടെ അടുത്ത് വന്നാണ് നിന്ന്. പിന്നെ അതിനുശേഷം ഡോഗ് സ്ക്വാഡ് തിരിച്ചു വരികയായിരുന്നു. എന്നിട്ടും അവിടെയുള്ള ഒരു കടക്കാരെ പോലും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടില്ല. അത് മാത്രമേ ഞങ്ങൾക്കൊരു, ബാക്കി നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ലോക്കലിന്റെ കാര്യം വരുമ്പോൾ മാത്രം അവർക്ക് അത് സംശയിക്കാൻ കാരണം ആദ്യം അവിടെ നിന്ന് അവർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അവർ ഈ ലൊക്കേഷൻ അല്ല പറഞ്ഞു, എൻ്റെ കുറേ അപ്പുറത്തുമാരെ ലൊക്കേഷൻ അവിടെയാണ് ബോഡി കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വരാൻ ഒരു സാധ്യതയില്ല. കാരണം അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ആരെയും കാണാതെ അങ്ങോട്ട് പോകാനും പറ്റില്ല. കുട്ടി ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. ഇപ്പോൾ ബോഡി കണ്ട ഭാഗത്തേക്ക് കുട്ടി പോയിട്ടുണ്ട്. അവിടെ ഒരു തവണ കുട്ടി അവിടെ ഈ ബാരിക്കേഷന് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. പുറത്തിറങ്ങി അപ്പോൾ ഞങ്ങൾ കണ്ട് വഴക്ക് പറഞ്ഞ് കുട്ടിയെ തിരിച്ച് കയറ്റി. എന്നിട്ട് കുട്ടി അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളറിയാതെ ഞങ്ങളാരും ഇല്ലാത്തൊരു സമയത്ത് വീണ്ടും ഈ കുട്ടി അങ്ങോട്ട് പോയിട്ടില്ല. ആ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ എന്തായാലും സംഭവിച്ചത്. അങ്ങനെ വീണ് പോയതായിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെ. അവർ അബദ്ധത്തിൽ ഒരു തവണ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് മറുവശത്തേക്ക് പോയിരുന്നു അല്ലേ? അപ്പോഴാണ് ചീത്ത പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നത്. അതെ ഉണ്ടായി. ഈ ബന്ധു പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ആരുമില്ലാത്ത സമയത്ത് ആ കുട്ടി അങ്ങോട്ട് പോയതായിരിക്കാം. ആ കുട്ടി അങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ പിന്തിരിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ ഒന്ന് നോക്കിക്കാണാം എന്നുള്ള തരത്തിൽ പോയതാവാം. ഇപ്പോഴത്തെ ജനറേഷനെ കുറ്റപ്പെടുത്തുകയല്ല, എന്നാൽ പല കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്താണ് പേരൻസ് വേണ്ട എന്ന് പറയുന്നത്, അത് ചെയ്യാനുള്ള തിടുക്കം, ഇല്ലെങ്കിൽ എന്താണ് അവിടെ ഉള്ളതെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ, അതായിരിക്കും ശ്രീനന്ദയ്ക്കും തോന്നിയത്. ഒന്ന് പെട്ടെന്ന് പോയി കണ്ടുവരാം എന്നുള്ള രീതിയിൽ പോയതാവാം. പക്ഷെ ജീവൻ എടുക്കുമെന്ന് ശ്രീനന്ദ തന്നെ വിചാരിച്ച് കാണത്തില്ലായിരിക്കും. മാണിക്യധാര വെള്ളച്ചാട്ടം സന്ദർശിച്ചതിന് ശേഷം ശ്രീനന്ദയും കുടുംബവും എത്തിയത് തൊട്ടുപുറകിലുള്ള ആ വ്യൂ പോയിന്റിന് സമീപമാണ്. ആ വ്യൂ പോയിന്റിന് സമീപം ആ പോലീസുകാരനിരിക്കുന്ന പാറയുടെ മുകളിൽ നിന്നാണ് ശ്രീനന്ദ ആദ്യം ഫോട്ടോ എടുത്തത്. ഞാനാണ് മോളുടെ ഫോട്ടോ അവിടെ നിന്ന് എടുത്തത്. എന്നിട്ട് മോളെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കി, അവിടെ നിൽക്കേണ്ട ഡേഞ്ചർ ആണെന്നും പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറക്കി. ഞാനും എടുത്തിട്ടുണ്ട്, എൻ്റെ വൈഫ് എടുത്തിട്ടുണ്ട്. ശേഷം പിന്നെ എന്താ സംഭവിച്ചത്? അതിനുശേഷം ശ്രീനന്ദനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് അവള് ഇവിടെ വന്നിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ വന്ന വേറെ ഫാമിലീസ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്നിട്ട് 5:20 ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തു. അതായത് ശ്രീനന്ദ തനിച്ചിത്തിരി മാറിയിരിക്കുന്നു, ഒപ്പം മറ്റു കുടുംബം ഇരിക്കുന്നു. ആ ഒരു ഫോട്ടോ, രണ്ടാമത്തെ ഫോട്ടോ എടുത്തു. അതായത് ഏകദേശം 3 പേര് ഒരു സ്റ്റെപ്പിൽ, ശ്രീനന്ദ അപ്പുറത്തെ താഴെ സ്റ്റെപ്പിൽ, അങ്ങനെയാണ് ഇരുന്നായിരുന്നു. അങ്ങനെ ഉള്ളതിലാണ് വ്യൂ ഉണ്ട്. കറക്റ്റ് അതിന്റെ അതിനുശേഷം ഇവിടുന്ന് മുകളിലേക്ക് ശേഷം മുകളിലേക്ക് പോയി എന്നതാണ് ഞങ്ങളുടെ കൂടെ ഉള്ളവരുടെ വിഷ്വൽസ്. ഞങ്ങളുടെ മൈൻഡിൽ അങ്ങനെയുള്ളത്. പുറകിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു? പുറകിൽ ഞാൻ ശ്രീനന്ദ പുറകിലാണ്, ഞാൻ വൈഫ്. പിന്നെ അതിന് കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് എന്റെ ചേട്ടനുണ്ടായിരുന്നു. ഇവിടുന്ന് പടികൾ കയറി പോകണം. ഇനി അഥവാ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഇതുവരെയും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഇവര് ഇരിക്കുന്നുണ്ട്, ബെഗേഴ്സ് ഇരിക്കുന്നുണ്ട് ഈ സൈഡിൽ 4-5 ബെഗ്. അവിടെ ശ്രീനന്ദയും ബന്ധുക്കളുമായിട്ടുള്ള ഫോട്ടോ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ശ്രീനന്ദ മാറിയിരിക്കുന്നു. ഒരുപക്ഷെ അച്ഛൻ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന്, അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് മാറിയിരിക്കുന്നതാവാം. അതായിരിക്കാം ശ്രീനന്ദ അവരിൽ നിന്ന് മാറിയിരിക്കുന്നത്. ഇനി അവർ ബന്ധുക്കളാണോ എന്നൊന്നും അറിയില്ല, ഇനി മറ്റാരെങ്കിലും എടുത്ത ഫോട്ടോയാണോ എന്നും അറിയത്തില്ല. എന്തായാലും അച്ഛൻ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ബെഗേഴ്സ് അവരാരും അങ്ങനെ ഒരു സംഭവം കണ്ടതായിട്ടും പറയുന്നില്ല.
അങ്ങനെയുള്ളപ്പോൾ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യവും പറയാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇല്ലീഗലായിട്ടുള്ള പൈസ പിരിവ്, അതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവർ അവിടെ ചെല്ലുന്ന സമയത്ത് പൈസ കൊടുത്താണ് ആളെ അങ്ങോട്ട് കടത്തിവിട്ടത്. പോലീസും കേസും ഒക്കെ വന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടതേയില്ല. അവരെല്ലാം ആ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് മുങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അതും ഇവർക്ക് പലർക്കും സംശയം ഉണ്ടാക്കാൻ കാരണമായി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടി പോയിട്ടില്ല. കാരണം മാണിക്കധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് ശേഷം അപ്പുറത്താണ് ഈ ചരിവുള്ളത്, ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചരിവുള്ളത്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. കാരണം ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്കധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അവിടെ നിന്ന് 10 നമ്മൾ കുട്ടി കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കി നിങ്ങളുടെ കുറേ പേര് അവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. അത് അന്വേഷണം വേണം. ഇപ്പോൾ കുട്ടി വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വന്ന ആ ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി. പിന്നെ അതിനുശേഷം പോലീസ് ഡോഗ് വന്നു. പോലീസ് ഡോഗ് വന്നപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഷോപ്പിൻ്റെ അടുത്ത് വരെ വന്നു. പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഏകദേശം ഒരു 150 മീറ്ററിലും ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനും ബാക്കിയുള്ളവരും അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചത്, രമേശ് ഇവിടെ നന്ദു വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇവർ ആ സൈഡാണ് നിന്നിരുന്നത്. ഇപ്പോൾ ഈ ബോഡി കിട്ടിയെന്ന് പറയുന്ന ഏരിയയിലെ ഇവർ നിന്നിരുന്നത്. നടത്തിയിരുന്നു. അത് അപ്പം തന്നെ പരിശോധിച്ചു. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും അവിടേക്ക് ഇറങ്ങി പരിശോധിച്ചു. അവിടെ ഇറങ്ങി ആ മഴയുടെ മുകളിലേക്ക് അത്യാവശ്യം ചെരുവുണ്ട്. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത്യാവശ്യം ചെരുവുണ്ട്. ചെരുവിലൊക്കെ ഇറങ്ങി തെരച്ചിൽ പിറ്റേ ദിവസം പിന്നെ അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ മാക്കിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം ആ ഭാഗത്ത് ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടെത്തുന്നതായിരുന്നു ദുരൂഹതയുണ്ട്. പിന്നെ ബോഡിക്ക് പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു, ഒന്നുമില്ലാത്ത മരിയാന്ന് പറയുന്നു. ഞാൻ നേരിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയതാണ്. എന്തായാലും ശ്രീനന്ദയുടെ മരണത്തിൽ കുടുംബക്കാർക്ക് സംശയമുണ്ട്, ബന്ധുക്കൾക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ പറയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരേണ്ടത് അത്യാവശ്യമാണ്. വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പല കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. എന്നിരുന്നാലും ഇപ്പോഴത്തെ കാഴ്ചപ്പാട് വെച്ച് എനിക്ക് തോന്നുന്നത് ആ 2-3 മിനിറ്റ് സമയത്തേക്ക് ശ്രീനന്ദ ആ സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോയതാവാം. അവിടെ വെച്ച് ആക്സിഡൻ്റലി താഴേക്ക് പോയതാവാനാണ് ചാൻസ് കൂടുതൽ. ഇനി അല്ലെങ്കിൽ ആരെങ്കിലും തള്ളിയിട്ടതാവാം എന്നുള്ളതും സംശയിക്കേണ്ട ഒരു കാര്യമാണ്. അതിനാരെങ്കിലും സാക്ഷിയുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും അന്വേഷണം നടക്കട്ടെ. പലരും ഇപ്പോൾ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ഒരു ശ്രദ്ധയില്ലായ്മ ആയിരിക്കാം ഇപ്പോൾ ശ്രീനന്ദയുടെ മരണത്തിനിടയാക്കിയതും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റിസ്ക് ആയിട്ടുള്ള വിനോദസഞ്ചാര യാത്രയ്ക്ക് പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. കാരണം തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ കണ്ടുവരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റിസ്ക് ആയിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക. അന്വേഷണം നടക്കട്ടെ. ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.